അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ അനാസ്ഥക്കെതിരെ ജനകീയ കൂട്ടായ്മയാണ് പ്രതിഷേധ സമരം നടത്തിയത്. ചന്തിരൂർ പുതിയ പാലത്തിന് സമീപം നടന്ന പ്രതിഷേധ സമരം അരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇഷാദ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 നിർമ്മിക്കുന്ന ഉയരപ്പാത നിർമ്മാണം 2 വർഷത്തോടടുക്കുമ്പോൾ 50ഓളം റോഡപകടങ്ങളിലായി 50ഓളം പേർ മരണപ്പെട്ടു. അതിൽ തന്നെ നിരവധി പേർ ചികിത്സയിലുമാണ്. അധികവും ഇരുചക്ര വാഹന യാത്രകളിലാണ് അപകടത്തിൽപ്പെടുന്നത്. അശാസ്ത്രീയമായ ട്രാഫിക് നിയന്ത്രണവും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം അവതാളത്തിനായതിനെ തുടർന്നും ദേശീയപാത ഒരു ദുരന്തപാതയായി മാറിയിരിക്കുകയാണ്. നിത്യേനോണം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും നിരവധി പേർ മരണമടയുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയത്. ജില്ലാ ഭരണാധികാരി സ്ഥലം സന്ദർശിച്ചും ചർച്ചകൾ നടത്തിയും പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനങ്ങൾ കരാർ കമ്പനി കാറ്റിൽ പറത്തിയെങ്കിലും അതിനെതിരെ നടപടിയെടുക്കാതെ അനുകൂല നടപടി സ്വീകരിച്ചതിനെതിരെ ശക്തമായി ജനപ്രതിനിധികൾ പ്രതിഷേധിച്ചു. ഷാഹുൽ ഹമീദ്, കെ നവാസ്, VK ഗൗരീശൻ, B അൻഷാദ്, സത്താർ, അൻസാർ, M ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു. 30 കിലോമീറ്റർ വേഗതയിലാണ് വാഹനങ്ങളുടെ വേഗത പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 30 കിലോമീറ്ററിൽ അധികമായിട്ട് വേഗതയിൽ ഇടതുവശത്ത് കൂടി ഒരു വൺ വേ ട്രാഫിക് സംവിധാനം എന്ന നിലയിലേക്ക് നമ്മൾ കളക്ടറേയും മറ്റുള്ള ആൾക്കാരും പോലീസ് സംവിധാനങ്ങളെല്ലാം ഉറപ്പു നൽകുമ്പോഴും ഒരു വൺ വേ ട്രാഫിക് സംവിധാനത്തിൽ നിന്നും മാറി ഇടതുവശത്തുകൂടെയും വലതുവശത്തുകൂടെയും കിട്ടുന്ന ഗ്യാപ്പുകളിലൂടെ എല്ലാം വലിയ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഇടപെടൽ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കളക്ടറോട് നമ്മൾ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചാണ് വൺ വേ ട്രാഫിക് നിങ്ങൾ ശക്തമായ നിലയിൽ നടപ്പിലാക്കണം. 30 കിലോമീറ്റർ വേഗത അത് കൃത്യമായിട്ട് തന്നെ ബോധവൽക്കരണം കൊടുക്കണം. കാരണം ജനങ്ങൾക്ക് 30 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു 2 വീലറുകാരൻ പോവുകയാണെങ്കിൽ അവന്റെ പുറകിൽ കൊണ്ടുവന്ന് വലിയ വാഹനങ്ങൾ ഹോൺ അടിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഈ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും അവനൊരു ബുദ്ധിമുട്ടുണ്ടാവും സൈഡിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ പോകുന്ന ഈ വലിയ വാഹനത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലേക്കായിരിക്കും പോകുന്നത്. അവിടെ ആ സൈഡിൽ കാണിക്കുന്ന നമ്മുടെ റോഡിന്റെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും തട്ടി സ്ലിപ്പായി വീഴുകയാണെങ്കിൽ ഈ ഡ്രൈവർ വലിയ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്റെ കണ്ണിൽപ്പെടാതെ ആ ഒരു അപകടം ഉണ്ടാകുകയും മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വൺ വേ ട്രാഫിക് ഒരു കാരണവശാലും 2 വീലർ സംവിധാനങ്ങൾ ഒരു സൈഡിലേക്ക് മാറിക്കൊണ്ട് യാത്ര ചെയ്യുന്ന നിലയിലേക്ക് വരരുത്. ആ നിലയിലേക്ക് ഒരു കർശനമായ നിയന്ത്രണം പോലീസ് സംവിധാനങ്ങൾ ആകെ ഉപയോഗിച്ചുകൊണ്ട് നൽകണമെന്നുള്ള ഒരു ട്രാഫിക് സംവിധാനം കൊണ്ടുപോകണമെന്ന് അതൊന്നും കളക്ടർക്ക് യാതൊരുവിധ മുഖവിലൊക്കെ എടുക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ വലിയ വാഹനങ്ങൾ കയറ്റരുതെന്നുള്ള നിലപാടെടുത്തുകൊണ്ട് കളക്ടർ ഒരു ഓർഡർ പ്രഖ്യാപിക്കും. ഈ ഓർഡർ പ്രഖ്യാപിക്കാൻ സംഭവിക്കുന്നത് അരൂര്, എഴുപുന്ന, കോടന്തുരുത്ത്, കുത്തിതോട് വരെയുള്ള പഞ്ചായത്തുകളിലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു മനുഷ്യർ. ഇവിടുത്തെ ജനങ്ങളുടേതായ വിഷയങ്ങൾ വരുന്നുണ്ട്. ആ ജനങ്ങളുടെ വിഷയത്തിൽ എന്ത് പരിഹാരമാണുള്ള അവർക്ക് ഒരു ലോഡ് മെറ്റൽ കൊണ്ടുവന്ന് ഒരു ലോഡ് മെറ്റീരിയൽസ് അവന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു ലോഡ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ അതിന് സാധ്യതയില്ല. ഇവിടെ നിന്ന് പലരും നമ്മളിങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ച് കുമ്പളം ടോളിന്റെ അടുത്ത് വാഹനങ്ങൾ തടുക്കില്ല. കുമ്പളം ടോളിന്റെ അടുത്ത് വാഹനങ്ങൾ തടുക്കുമ്പോൾ ടോറസ് ഉൾപ്പെടെ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മെറ്റീരിയൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ മെറ്റീരിയൽ വരെ അവിടെ തടസ്സെടുക്കും.